ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മെസ്കോമിൻ്റെ ഒരു ഹൈ സ്പീഡ് ഹെയർ ഡ്രയർ സ്റ്റൈലറാണ് കേട്ടോ. ഇത് 5-in-1 കോംബോ ആയിട്ടാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിൻ പവറായിട്ട് വരുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ബട്ടൺസ് ഒക്കെ കാണാം. ഒരു പിങ്ക് കളർ ഓർഡർ ചെയ്തേ. ഇതിലൊരു പുഷ് ബട്ടൺ ഉണ്ട്. അത് നമ്മൾ താഴേക്ക് വലിച്ചാൽ ഇത് അൺലോക്ക് ആവും. എന്നിട്ട് നമുക്ക് അതിൽ വേണ്ട ഹെഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഡ്രയർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കയറ്റി ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ അതവിടെ ലോക്കാവും. എന്നിട്ട് ആ പുഷ് ബട്ടൺ നമ്മൾ വലിച്ചു വലിച്ചിരിക്കുന്ന ബട്ടൺ അങ്ങ് വിടുകയാണെന്നുണ്ടെങ്കിൽ അതവിടെ ലോക്കാവും. ഊരണമെങ്കിൽ അതുപോലെ തന്നെ താഴേക്ക് വലിച്ച് അൺലോക്ക് ചെയ്യുക. ജസ്റ്റ് വലിച്ചാൽ അത് ഒരു കയ്യിൽ കിട്ടും. അങ്ങനെ ഈസി ആയിട്ട് അറ്റാച്ചും ഡിറ്റാച്ചും ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ഇത് എൻ്റെ ഡ്രയറാണ്. ഇതാണ് ഫസ്റ്റ് ഹെഡ് വരുന്നത്. ഹൈ സ്പീഡ് ഡ്രയറാണ്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഡ്രയറിനെക്കാട്ടിൽ ഈസി ആയിട്ട് ഹെയർ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതെനിക്ക് ഹെൽപ്പ് ആവുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് അതിൻ്റെ ഡ്രയർ വരുന്നത്. ഇതിൽ നമുക്ക് കൂൾ സെറ്റിങ്ങും അതുപോലെ ഹീറ്റ് സെറ്റിങ്ങും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതിനനുസരിച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് വലിയ ഹീറ്റൊന്നും അങ്ങനെ തോന്നിയില്ല കേട്ടോ. കണ്ടോ, ഇതിൽ 2 ഹീറ്റ് സെറ്റിംഗ് ആണ് ഉള്ളത്. 1 and 2 എന്ന് പറയുന്നത്. അതിൽ നമുക്കിട്ട് സ്പീഡ് സെറ്റിംഗ്, ഹീറ്റ് അല്ല സ്പീഡ് സെറ്റിംഗ് ആണ്, അത് മാറ്റാം. പിന്നെ ഹീറ്റ് സെറ്റിങ്ങിൻ്റെ ഒരു ബട്ടൺ വരുന്നുണ്ട്. അതിൽ 3 ലെവലിൽ നമുക്ക് ഹീറ്റ് സെറ്റ് ചെയ്യാം. ഇനി കൂളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ഞെക്കിയാൽ നമുക്ക് കൂൾ സെറ്റിംഗ് ഓണാക്കാം. അങ്ങനെ എനിക്ക് വലിയൊരു ഹീറ്റ് ഡാമേജ് തോന്നുന്ന പോലെ ഹെയറിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര ഹീറ്റൊന്നും വരാതെ നമുക്ക് ഫസ്റ്റ് ബട്ടണിൽ ഇട്ടാൽ തന്നെ ഹീറ്റ് കുറച്ചിട്ട് തന്നെ സ്റ്റൈൽ ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് രണ്ടാമത്തെ ഹെഡ് വരുന്നത്. നമുക്ക് ബ്രഷ് ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരു ഹെഡാണ്. മുടി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. അധികം ടൈം എടുക്കില്ല കേട്ടോ. അതാണ് ഞാൻ ഇതിൽ കാണുന്ന ഏറ്റവും വലുത്. ഇനി ഇതുപോലെ ഇതിൽ ബ്രിസിലാണെങ്കിലും ഹീറ്റ് ഫ്രീ ആണ്. നമ്മൾ ടച്ച് ചെയ്താലൊന്നും കൈയൊന്നും പൊള്ളില്ല. അതുപോലെ നമ്മുടെ സ്കാൽപ്പിൽ പൊട്ടിയാലും സ്കാൽപ്പൊന്നും പൊള്ളില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു സെപ്പറേറ്റ് ഗ്ലൗസും ഇതിൻ്റെ അകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കൈ പൊള്ളും കഴുത്ത് പൊള്ളും എന്നുള്ള പേടിയൊന്നും വേണ്ട. ഇതും നമുക്ക് ഡ്രയറൊക്കെ അറ്റാച്ച് ചെയ്യുന്നാൽ ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ വരുന്ന ഇതുപോലത്തെ 2 കേളേഴ്സാണ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ലേക്കും കേൾ ചെയ്യാൻ വേണ്ടിയിട്ട് 2 കേളേഴ്സാണ് ഉള്ളത്. കണ്ട, അതിൽ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് ഏത് സൈഡിൽ കേൾ ചെയ്യണമെങ്കിൽ. ഇത് ഓൺ ആക്കിയിട്ട് നമ്മൾ ഹെയർ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ബാക്കി ഹെയർ ഇതിൽ റാപ്പ് ചെയ്ത് കേളാക്കി നമുക്ക് കിട്ടും. പിന്നെ വരുന്നത് ഈ ഒരു സ്റ്റൈലറാണ്. ഇത് നമ്മുടെ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്ത പോലെ മുടിയൊന്ന് വളച്ച് താഴേക്കിടണമെന്ന് കേർവ് ചെയ്തിടണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരിതാണ്. അതുപോലെ നമ്മുടെ ഫ്രിഞ്ചസ് സ്റ്റൈൽ ചെയ്യാൻ ഇത് ബെസ്റ്റാണ് കേട്ടോ. ഞാൻ ഫ്രണ്ടിൽ ഫ്രിഞ്ചസ് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ബാങ്ക്സ് ഫ്രിഞ്ചസും ഒക്കെ സ്റ്റൈൽ ചെയ്യാൻ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നല്ല രീതിയിൽ വളഞ്ഞൊക്കെ കിട്ടും. ഇതിലും ബ്രിസിൽ ഹീറ്റ് ഫ്രീ ആണ്. ചൂട് തട്ടും എന്നുള്ള പേടി വേണ്ട. അതുപോലെ ക്ലീൻ ചെയ്യാൻ ഹെയറൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ക്ലീൻ ചെയ്തെടുക്കാനും ഒക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. ഭയങ്കര ഹീറ്റൊന്നുമല്ല. ഈസി ആയിട്ട് ഇത് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഡിറ്റാച്ച് ചെയ്ത് എടുക്കാം. ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരിതാണ് കേട്ടോ. അപ്പം ഇതിൽ ഞാൻ പിങ്ക് കളറാണ് ഓർഡർ ചെയ്തത്. ഇതിൽ ഷാമ്പെയിൻ കളറുണ്ട്, ബ്ലാക്കും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ പല കളേഴ്സിട്ട് ഇതാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട കളറ്. ഷാമ്പെയിനാണോ സിൽവറാണോ ഉള്ളതെന്ന് എനിക്ക് ഉറപ്പില്ല. ഏതോ കളർ വേരിയൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ കേളറാണ് എനിക്ക് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നിയത്. ബാക്കിയൊക്കെ ബിഗിനേഴ്സ് ഫ്രണ്ട്ലിയാണ്. ഇത് കേളറ് കുറച്ച് നമുക്ക് ആദ്യം ഒന്ന് എങ്ങനെയാണ് ഇതിൽ വർക്ക് ചെയ്ത് കേൾ ചെയ്തെടുക്കണമെന്ന് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. പിന്നെ ഇതിനകത്തൊരു 2 ഹെയർ ക്ലിപ്സ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ മുടി സെക്ഷൻ ചെയ്ത് പിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് 2 ഹെയർ ക്ലിപ്സ് ഇതുപോലത്തെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ മാനുവലുണ്ട്. എസ്പെഷ്യലി അതിൽ കേളിങ്ങിൻ്റെ കാര്യം എസ്പെഷ്യലി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എടുത്തെടുത്ത് പറഞ്ഞ് സ്റ്റെപ്പ് വൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് വരുന്നത്. ഇത് $120 എന്തോ ആണ്, കനേഡിയൻ ഡോളേഴ്സിന് എന്തോ ആണ് ഞാൻ വാങ്ങിയത്. സംതിങ് ലൈക്ക് ബ്ലാക്ക് ഫ്രൈഡേ ഓഫറുള്ളപ്പം വാങ്ങിയതാണ്. അപ്പം നിങ്ങൾ ആമസോണിലോ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് അറിയാം.
പിന്നെ ഇതുപോലൊരു പിങ്ക് ബാഗിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈസി ടു ക്യാരി അറൗണ്ടാണ്. നമുക്ക് ട്രാവൽ പോകുമ്പോഴൊക്കെ ഇത് ശരിക്കും അടുക്കി വെച്ച് ക്ലീനായിട്ട് കൊണ്ടുപോകാം. അതുപോലെ ട്രാവൽ ഫ്രണ്ട്ലി ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലുത്. നമുക്ക് അടുക്കി എവിടെയെങ്കിലും വൃത്തിക്ക് വെക്കാനാണെങ്കിലും ഒരു ബാഗുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. നിങ്ങൾക്കിതെങ്ങനെയും സ്റ്റൈൽ ചെയ്ത് ഹെയറിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. കാരണം ഞാൻ ഇതിന് മുമ്പ് സ്ട്രെയിറ്റ്നറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് സ്റ്റൈലിംഗ് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് വാങ്ങിയപ്പം എനിക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തത്. കാരണം അത്ര വലിയ എക്സ്പെൻസീവും അല്ല, എന്നാൽ യൂസർ ഫ്രണ്ട്ലി ആണ്, വർക്കാവുന്നുണ്ട്, ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള എഫക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടാണ് ഞാനിത് ഷെയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും കാണാം. ബൈ.